2018 പ്രളയം മനുഷ്യനിർമ്മിതമെന്ന ആരോപണത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടാനൊരുങ്ങി മൂവാറ്റുപുഴയിലെ UDF സ്ഥാനാർത്ഥി മാത്യു കുളനാടൻ MLA. കുളനാടൻ ഇന്ന് വീണ്ടും മാധ്യമങ്ങളെ കാണും. പ്രളയത്തിന് മുമ്പ് തോട്ടപ്പള്ളി സ്പിൽവേ കരിമണൽ കമ്പനിയെ സഹായിക്കാനുള്ള മുൻ ജലമന്ത്രി മാത്യു ടി തോമസിന്റെ തീരുമാനമാണെന്ന് പറയുന്ന മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ശബ്ദരേഖ കഴിഞ്ഞ ദിവസം കുളനാടൻ പുറത്തുവിട്ടിരുന്നു. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, ഏറെ നിർണായകമായ ഒരു വിവരമായിരുന്നു കഴിഞ്ഞ ദിവസം മാത്യു കുളനാടൻ പുറത്തുവിട്ടത്. ഈ ഒരു പ്രളയം മനുഷ്യനിർമ്മിതമാണ് എന്ന ഒരു ആരോപണമാണ് മാത്യു കുളനാടൻ പുറത്തുവിട്ടത്. എന്നാൽ ഇന്ന് വീണ്ടും കുളനാടൻ മാധ്യമങ്ങളെ കാണുകയാണ്. നമുക്കറിയാം, നാളെയാണ് കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് കുളനാടൻ മാധ്യമങ്ങളെ കാണുമ്പോൾ എന്തൊക്കെയാണ് പറയുക എന്നത് ഏറെ നിർണായകം തന്നെയാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്നലെയാണ് ഈ ഗുരുതരമായ ഒരു ആരോപണം മാത്യു കുഴൽനാടൻ ഉന്നയിക്കുന്നത്. മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടേതെന്ന് പറയുന്ന ഒരു ശബ്ദരേഖ കൂടി പുറത്തുവിട്ടുകൊണ്ടാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്. 2018 പ്രളയം മനുഷ്യ നിർമ്മിതമാണ് എന്നുള്ളതാണ് മാത്യു കുഴൽനാടൻ മുന്നോട്ട് വെച്ച കാര്യമെന്ന് പറയുന്നത്. അതായത് ഈ തോട്ടപ്പള്ളി സ്പിൽവേ അടക്കം തുറക്കുന്നതിൽ ചില അഴിമതി ഉണ്ടായി. അത് ചില ആളുകൾക്ക്, ചില സ്വകാര്യ കമ്പനികൾക്ക് ലാഭമുണ്ടാക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായി ഉള്ള ചില നീക്കങ്ങളുണ്ടായി. അതാണ് പ്രളയത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് മാത്യു കുഴൽനാടൻ ഉന്നയിച്ചത്. പഴയ ജലമന്ത്രി മാത്യു ടി തോമസിന് നേരെ തന്നെയാണ് ഈ ആരോപണം ഉയരുന്നത്. അതിന് സാധൂകരണമായി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഒരു ശബ്ദ സന്ദേശവും പുറത്തുവിട്ടിരുന്നു. അതിൽ മന്ത്രി പറയുന്നത് ഇങ്ങനെയാണ്: മേരിമാത എന്ന ആ ഒരു സ്ഥാപനത്തിന് വേണ്ടി, അവർക്ക് വേണ്ടി അവരാണ് ഈ കരിമണലിൻ്റെ ആ ഭാഗത്തെ കോൺട്രാക്ട് എടുത്തിരിക്കുന്നത്. ആ കരിമണൽ ഈ തോട്ടപ്പള്ളി സ്പിൽവേ തുറന്നാൽ അത് ഒഴുകിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും. അത് സംരക്ഷിക്കാൻ വേണ്ടി തുറന്നില്ല, അതിൽ അഴിമതി ഉണ്ട് എന്നുള്ള കാര്യം കൃഷ്ണൻകുട്ടി പറയുന്നതാണ് ആ ശബ്ദരേഖയിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ മണിയാർ ഡാമിൻ്റെ കാര്യത്തിലും അടക്കം ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് കൃഷ്ണൻകുട്ടി. ഇത് ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ഇന്നലെ മാത്യു കുഴൽനാടൻ ആരോപണം ഉന്നയിച്ചത്. പക്ഷേ കൃഷ്ണൻകുട്ടി അത് അപ്പോൾ തന്നെ നിഷേധിച്ചിരുന്നു. ആരോപണങ്ങൾ വ്യാജമാണ്, അങ്ങനെ പറഞ്ഞെന്ന് താൻ ഓർക്കുന്നില്ല, AI കാലമായതുകൊണ്ട് തന്നെ AI ആണോ എന്ന് സംശയമുണ്ട് എന്നുള്ളൊരു മറുപടി മാത്രമാണ് ഇന്നലെ കൃഷ്ണൻകുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അത് സർക്കാരും മുഖ്യമന്ത്രിയാണെങ്കിലും അത് ഒരു ദുരാരോപണം മാത്രം എന്ന ഒരു നിലപാട് സ്വീകരിക്കുകയാണ് ചെയ്യുകയും ചെയ്തത്. അതേസമയം അങ്ങനെയെങ്കിൽ വ്യാജ ആരോപണമാണെങ്കിൽ തനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കൂ എന്നുള്ള വെല്ലുവിളിയാണ് മാത്യു കുഴൽനാടൻ ഇക്കാര്യത്തിൽ ഉയർത്തുകയും ചെയ്യുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് ഇന്നിപ്പോൾ പുതിയ തെളിവുകൾ, കൂടുതൽ തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവിടാനായി മാത്യു കുഴൽനാടൻ ഒരുങ്ങുന്നത്. ഇന്ന് മാധ്യമങ്ങളെ കുഴൽനാടൻ കാണും. ആ ഘട്ടത്തിൽ കൂടുതൽ തെളിവുകൾ ഇക്കാര്യത്തിൽ പുറത്തുവിടുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഏതായാലും ആരോപണം അന്ന് ജലമന്ത്രിയായിരുന്ന മാത്യു ടി തോമസ് നിഷേധിച്ചിട്ടുണ്ട്. 2018 ഓഗസ്റ്റിൽ ആണ് പ്രളയം ഉണ്ടാകുന്നത്. അതിന് തൊട്ട് മുൻപ് ജൂലൈയിൽ തന്നെ ഈ തോട്ടപ്പള്ളി സ്പിൽവേ തുറന്ന് വിട്ടിട്ടുണ്ട്. അത് ഈ കമ്പനിയുമായി ചില പ്രശ്നങ്ങൾ തനിക്കുണ്ടായിരുന്നു. അതിനുള്ള പകവീട്ടലാണ് ഇത്തരത്തിൽ ഈ ആരോപണം എന്ന കാര്യമൊക്കെയാണ് മാത്യു ടി തോമസ് ഈ ഘട്ടത്തിൽ പറയുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ വിഷയം കൂടുതൽ സജീവമാക്കി നിർത്താൻ തന്നെയാണ് കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും ഒക്കെ തീരുമാനം എന്ന് പറയുന്നതിൽ നമ്മൾ കണ്ടതാണ്. ഈ ആരോപണം വന്നതിന് പിന്നാലെ നേതാക്കൾ ഒന്നടങ്കം ഇതിനെതിരെ രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായി. കാരണം പ്രളയം നമുക്കറിയാവുന്ന പോലെ 2018 മഹാപ്രളയം അത് ഒരുപാട് പേരെ ബാധിച്ചതാണ്. അത് ഇത്തരത്തിൽ അതൊരു പ്രചരണായുധമാക്കി മാറ്റാനുള്ള ശ്രമം കൂടി നടക്കുകയാണ്. ഇന്നലെ വലിയ രീതിയിലുള്ള വിമർശനം ഇതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവ് അടക്കം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും അത് കൂടുതൽ സജീവമാക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം എന്ന് പറയുന്നത്. ഏതായാലും ഇന്ന് അക്കാര്യത്തിൽ കൂടുതൽ തെളിവുകൾ മാത്യു കുഴൽനാടൻ പുറത്തുവിട്ടേക്കും. ശരി, എന്തായാലും ഇന്ന് മാത്യു കുഴൽനാടൻ മാധ്യമങ്ങളെ കാണും. ഇന്നലെയാണ് 2018 പ്രളയം മനുഷ്യനിർമ്മിതം എന്ന ആരോപണം മാത്യു കുഴൽനാടൻ പുറത്തുവിട്ടത്. കൂടുതൽ തെളിവുകളും പുറത്തുവിടാൻ ഒരുങ്ങുകയാണ് മൂവാറ്റുപുഴയിലെ UDF സ്ഥാനാർത്ഥിയായ മാത്യു കുഴൽനാടൻ MLA. ഇന്ന് വീണ്ടും മാധ്യമങ്ങളെ കാണുകയാണ്. പ്രളയത്തിന് മുമ്പ് തോട്ടപ്പള്ളി സ്പിൽവേ കരിമണൽ കമ്പനിയെ സഹായിക്കാനുള്ള മുൻ ജലമന്ത്രി മാത്യു ടി തോമസിന്റെ തീരുമാനമാണെന്ന് പറയുന്ന മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ശബ്ദരേഖ കഴിഞ്ഞ ദിവസമാണ് കുഴൽനാടൻ പുറത്തുവിട്ടത്. ആന്റണി ജിസ്റ്റോർജാണ് വിവരങ്ങൾ നൽകിയത്.